സിനിമ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ള ഗായ്സ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് എന്ന് വെച്ചാൽ രാത്രിയായി. അപ്പം 8 മണി അല്ല 9 മണിയായി. അപ്പോൾ ഒരു ഡേ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്നാണ് ഗായ്സ് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് ചെയ്യാം. അപ്പം എനിക്ക് ഇപ്പോൾ കുളിച്ചിട്ട് വന്നതാണ്. രാത്രി കുളിക്കില്ല, എത്രയും വൈകാറില്ല. 6 മണിക്ക് കുളിക്കും. ഇന്ന് നല്ലോണം വൈകിട്ട് കേസ്. അപ്പം ഞാൻ രാത്രി ചെയ്യാൻ സ്ക്രീൻ റുട്ടീനാണ് ഞാൻ കാണിക്കുന്നത്. ഫസ്റ്റ് തേക്കുന്ന ഒരു ക്രീമാണ്. ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറില്ല. ശനിയും ഞായറും യൂസ് ചെയ്യാറില്ല. തിങ്കൾ തൊട്ട് വെള്ളി വരെ യൂസ് ചെയ്യാറില്ല. ശനി ഞായറും രാത്രി മാത്രം. പിന്നെ ഏതൊരു കല്യാണം വന്നാണ് രാത്രി ആകുമ്പോൾ ലിപ്പം വീട്ടിൽ വല്ലാത്ത സുഖം ഗൈസ്. എനിക്ക് രാത്രി ലിപ്പാകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അതിനുള്ളൊന്നും ഞാൻ തേക്കുന്നില്ല ഗൈസ്, രാത്രിയാണ് പിന്നെ തേക്കുന്നത്. ഞാൻ പിന്നെ ഇതെടുത്തിട്ടുണ്ട്. എന്നിട്ടാകുമ്പം പിരികം വരക്കാനാണ് ഗൈസ്. ഞാൻ പിരികം വരക്കാത്ത ഒരാളാണ്. എന്നാൽ കുറേ നാളായി ഗൈസ് തേച്ചിട്ട്. സമയം കിട്ടുന്നത് ആകെ ശനി ഞായറല്ലാണ്. ഇതാണ് ഗൈസിലേക്ക്. അപ്പം ഞാനത് ക്യാമറ സെറ്റ് ചെയ്യാം ഗൈസ്. ഗൈസ് ബാക്കത്ത് ഇതൊന്നും നോക്കണ്ട ഗൈസ്, ഫുൾ അലങ്കലാണ്. ഇതാണ് ഇപ്പോഴത്തേക്ക് ഗൈസ്. ഞാൻ തീപ്പട്ടിനെ കൊണ്ടാണ് എഴുതുന്നത്. ബേഡ്സ് ഇല്ല, ബേഡ്സ്, അതുകൊണ്ട് അതിനെ കൊണ്ട് എഴുതിക്കുക ഗൈസ്. വല്ലാത്തൊരു കോർണർ ലുക്ക് ഗൈസ്. ഓക്കെ, ഇനി ഒരു ചെറിയൊരു പരിപാടിയില്ല ഗൈസ്. ഗൈസ് ഇതൊന്നും ചെയ്യുന്നത് ഞാൻ ആലോചിക്കുന്നു. അത് ഇത് ഇപ്പോൾ എഴുതേണ്ട കാരണം പണ്ടത്തെ ഒരു ഫോട്ടോ ഗൈസ് ഹാളിൽ ഞാൻ കണ്ടിരുന്നു. എൻ്റെ ഒരു വലിയൊരു ഫോട്ടോ ഉണ്ട്. അതിൽ കാലിൻ്റെ ഇല്ല, ഒരു ഞാൻ ചെറുതാണ്. അപ്പം ആ ഫോട്ടോയിൽ ഞാൻ ഇങ്ങനെ ഉണ്ടായത്, അതേപോലെ ഞാൻ ആവാൻ നോക്കി. സ്ഥാനത്ത് കയറിയിട്ട് കോമഡിക്കും. ബാലും കൂടി വരച്ചെടുക്കുക. കണ്ണി എഴുതിയിട്ടുണ്ട്. ബാലും കൂടി വരച്ച കണ്ണ് നീരുന്നു.
കണ്ണ് കണ്ടെത്താൻ പണ്ടേ ചെയ്യലുണ്ട് തോന്നുന്നു, അറിയില്ല. ആടെ ഒന്ന് കുത്തിട്ട് പണ്ടേ മരം ഇഷ്ടമില്ല. പിന്നെ ഒരു റിയൽ ലുക്ക് ഇട്ടിട്ട് മസ്കാരയും കൂടി ഇട്ടിട്ട് പുറത്ത് കണ്ണ് ഫുള്ളായിന്ന് മനസ്സിലായി. പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചെറിയൊരു പരിപാടിയല്ലേ ഗൈസ്, പൗഡർ. അത് പൗഡർ തന്നെങ്കിൽ ഇഷ്ടമല്ല ഗൈസ്. ഇത് ഐലീനും കിട്ടണ്ട്, ഇടാണ്ട് രക്ഷയില്ല. ചെറുതനെ ചെയ്യുന്നതായിരിക്കല്ലേ ഗൈസ്, പൗഡർ ഇങ്ങനെ ഇടയില്ല ഗൈസ് നിങ്ങൾ. എനിക്ക് ഇടാനൊന്നും അറിയില്ല ഗൈസ്, കൂട്ടി ഇടാം. തനിയെ പോയിക്കോളൂ ഗൈസ്. ഇനി നമുക്ക് മുടിയും കണ്ട അതിൽ മുടി ഇളക്കിയിട്ടിട്ടുണ്ട്, അതിനെക്കാട്ടി വളർന്നല്ലോ മുടി ഗൈസ്. ഞാൻ മുടിയൊന്ന് സെറ്റ് ചെയ്യട്ടെ ഗൈസ്. ക്യാമറ നമുക്ക് തിരിച്ചെത്താം. നമുക്ക് അങ്ങനെ മുടി സെറ്റ് ചിറ്റ ചേർപ്പ് സ്വല്പം നിർത്തിട്ട് അപ്പം അതിലുള്ള മുടിയാക്കാൻ കഴിയാത്തതുകൊണ്ട് പഴയ രീതി എടുക്കാം. കുളിച്ചാലും അമ്പലത്തിൽ പോകുമ്പോൾ കുളിച്ചിട്ട് പെട്ടെന്ന് കാണാനുണ്ട്. കൊളം യൂസ് എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ, എന്നാലും ഞാൻ ശ്രമിക്കാം.
ഡ്രസ്സ് കൂടി അത് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഗൈസ് ഫൈനൽ ലുക്ക് ഇതാണ് ഗൈസ്. ആളുകളായിരുന്നു ചെറുതായി പോയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. പിന്നെ നമുക്ക് ബാക്കി കാര്യം ചെയ്യാം ഗൈസ്. അപ്പം ഞാൻ പൗഡർ വയ്ക്കട്ടെ ഗൈസ്. ഒരു തുണി എടുത്തിട്ടുണ്ട് ഗൈസ്. ലൈറ്റായിട്ട് അടച്ചിടല്ല, ഫുള്ളും പോയി. കണ്ണ് വളയൊന്നും ഇടാറില്ല ഗൈസ്. നായി കുഴപ്പമൊന്നും കേട്ടിട്ട് പോവാം ഗൈസ്. കുക്കറാണത് ഗൈസ്. പരീക്ഷ ഒക്കെ അല്ലേ, പഠിക്കണം. ഇതെൻ്റെ മാത്രം ഷെൽഫാണ് ഗൈസ്. അടുത്ത പരീക്ഷ സാമൂഹ്യ ശാസ്ത്രമാണ്. നമുക്ക് പഠിക്കേണ്ട ബുക്ക് ഫുൾ ഇല്ല ഗൈസ്. ഇത് ബേസിക്കാണ്. 6ാം ക്ലാസ് പഠിക്കുന്നവർക്ക് നാസിൻ്റെ എക്സാം അല്ലേ. ഇതാണ് സാമൂഹ്യത്തിൻ്റെ ടെസ്റ്റ്. 1ാം ടേമേ കഴിഞ്ഞില്ല. കൂടെ കിട്ടുന്ന രാഗം മഴ നമ്മുടെ ഇംഗ്ലീഷ് എഴുതാം. ഇംഗ്ലീഷ് കഴിയുന്നുണ്ട്. ഞാനിപ്പോൾ എഴുതുന്നത് സാമൂഹ്യത്തിൻ്റെ 1ാം ടേമാണ്. ഇതിലൊന്നാണ് എന്തെങ്കിലും ആവട്ടെ. പഠിക്കട്ടെ. രസം പഠിക്കാം. 6ാം ടേമാണിത്. ആറാം പാഠാണിത്. അപ്പോൾ പാഠത്തിൻ്റെ പേര് വൈവിധ്യങ്ങളുടെ ലോകമാണ്. അങ്ങനെ ഫസ്റ്റിന് കുറച്ച് ഇതെല്ലാം പറയുന്നത് ഗൈസ്. ഇത് നമ്മുടെ ടീച്ചർ പറഞ്ഞു ഈ ഒരു പാരഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനവിടെ ഇമ്പോർട്ടൻ്റ് കിട്ടുവെച്ചാണ് എനിക്ക് തിരിച്ചത്. ഞാൻ ഫസ്റ്റ് വരെ വായിച്ചിട്ടില്ല. ഇതെല്ലാം വായിച്ചായിരുന്നു, എന്നാലും വായിക്കണം. എൻ്റെ ഏട്ടനാണ് ഗൈസ്. ഞാൻ ഇമ്പോർട്ടൻ്റ് ടച്ചല്ലേ വായിക്കുന്നില്ല. നല്ലത് 7ാം പാഠാണിത്. മധ്യകാല ഇന്ത്യ കലയും